വള്ളം മത്സരത്തിനിറക്കാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ 4 വർഷമായി നെഹ്റു ട്രോഫി മത്സരത്തിൽ വെപ്പുവള്ളത്തിൽ ബി ഗ്രേഡോടെ ചാമ്പ്യന്മാരാകുന്ന മങ്കൊമ്പ് സെന്റ് പയസ് 10th ബോട്ട് ക്ലബിലെ അംഗങ്ങളുടെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്നു സ്വന്തമായൊരു ചുണ്ടൻ വള്ളം. 2009 വാടകയ്ക്കെടുത്ത് ഡ്യൂക്ക് വള്ളത്തിലായിരുന്നു സെന്റ് പയസിന്റെ പോരാട്ടം. 40 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് സ്വന്തമായൊരു വള്ളമെന്ന സ്വപ്നം ഇവർ യാഥാർത്ഥ്യമാക്കിയത്. വിവിധ വള്ളംകളി മത്സരങ്ങളിൽ പങ്കെടുത്തു കിട്ടുന്ന ഒരു പങ്ക് ഈ സ്വപ്ന സാക്ഷാത്കാരത്തിനായി മാറ്റിവെച്ചു. 8 മാസം കൊണ്ടാണ് ചുണ്ടൻ വള്ളം നീറ്റിലിറക്കിയത്. 2014 ജൂലൈ 14 ആ ആഘോഷ ദിനം. പേരുടെ സംഘമാണ് തീവ്ര പരിശീലനം നടത്തുന്നത്. 87 തുഴക്കാർ, 5 പങ്കായക്കാർ, 7 നിലക്കാർ എന്നിങ്ങനെയാണ് ചുണ്ടൻ വള്ളത്തിലെ ആൾബലം. പുലർച്ചയ്ക്ക് തന്നെ പരിശീലനം ആരംഭിക്കും. 14 ദിവസത്തെ ക്യാമ്പിൽ ഒരു കുടുംബം പോലെയാണ് ഇവർ കഴിയുന്നത്. പുലർച്ചെ എഴുന്നേറ്റ് സ്വയം ഭക്ഷണം പാചകം ചെയ്ത് വ്രതമെടുത്തുള്ള പരിശീലനം, പ്രാർത്ഥനയും വഞ്ചിപ്പാട്ട് പരിശീലനവും ഒപ്പം. നെഹ്റു ട്രോഫി വള്ളംകളി മാത്രമല്ല, ഞങ്ങളല്ലാതെ പുറത്തുള്ള വേറെ പല കളികളിലും പങ്കെടുക്കുകയും അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു വരുമാനവും, കൂടാതെ ഞങ്ങളുടെ ബോട്ട് ക്ലബ്ബിലെ അംഗങ്ങൾ കയ്യിൽ നിന്നെടുത്ത കാശും, അല്ലാതെ കുറച്ച് ഒരു 100ഓളം പേർ ഇതിൻ്റെ പിന്നിൽ സന്നദ്ധരായി വന്നിട്ടുണ്ട്. പൈസ മുടക്കാൻ സാമ്പത്തിക പ്രശ്നമാണ് വള്ളംകളി മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നത്. എന്നാൽ സാമ്പത്തിക ലാഭത്തെക്കാൾ വള്ളംകളിയുടെ ആവേശമാണ് ഇവർക്ക് മുഖ്യം. ഇതിന് യഥാർത്ഥം സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്. കുട്ടനാടിൻ്റെ ഒരു പ്രത്യേകതയാണ് വള്ളംകളി. വേറെ ലോകത്തിൽ ഒരിടത്തും ഇത്രയും കൂടുതൽ ആൾക്കാർ സംഘടിച്ച് നടത്തും.